നമസ്കാരം സാർ. അങ്ങേക്ക് നമസ്കാരം. സ്വാഗതം. നമ്മുടെ മഞ്ജുഷ, അങ്ങയുടെ തന്നെ ജില്ലക്കാരിയാണ്, നമ്മുടെ മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം, ഭർത്താവിൻ്റെ മരണത്തിൽ സംശയമുണ്ട്, ഇത് കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണം, കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ല എന്ന് പറഞ്ഞവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കോടതിയിൽ നിന്ന് എന്ത് വിധി മഞ്ജുഷയ്ക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ വിധി വരാൻ സാധ്യതയുള്ളത്? അങ്ങേക്ക് എന്ത് തോന്നുന്നു? അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണല്ലോ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ പോലീസിന്റെ അന്വേഷണം ഒരു ശരിയായ ദിശയിലല്ല എങ്കിൽ, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം ആ കേസിൽ ഒരു അപര്യാപ്തമാണ് എങ്കിൽ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത്തരം കേസുകൾ CBIക്ക് വിടാമെന്നുള്ള സുപ്രീം കോടതിയുടെ തന്നെ നിരവധി വിധിന്യായങ്ങളുണ്ട്. 1997 രാജേഷ് ഗാന്ധിയുടെ കേസിനകത്ത് തന്നെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സുജാത മനോഹറിന്റെ ഡിസിഷനുണ്ട്, ഇത്തരം കേസുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, അന്വേഷണം ശരിയായ ദിശയിലല്ല അല്ലെങ്കിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഇത്തരം കേസുകൾ CBIയെ പോലെയുള്ള ഏജൻസികൾ കേൾപ്പിക്കാം എന്ന് വ്യക്തമായ വിധിന്യായങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കേസുകൾ മുൻപ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ തന്നെ പല ഡിസിഷനുകളിലായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേസിനകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, സർക്കാരിലും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലും ആഭ്യന്തര വകുപ്പിലും ഒരു പാർട്ടി കുടുംബമാണ് അവരുടെ. പാർട്ടിയിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അവര് അന്വേഷണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതെ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അവര് പങ്കുവെക്കുന്ന ആശങ്കകൾ പൊതു സമൂഹം അംഗീകരിക്കപ്പെടുന്നതൊക്കെ തന്നെയാണ്. ഈ പാർട്ടിയും സർക്കാരും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും എന്തുകൊണ്ട് ഇതിനകത്തൊരു ദുരൂഹത? ഈ കേസ് എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ ദുരൂഹത നിറഞ്ഞതും ഏറ്റവും കൂടുതൽ പൊതുജന മനസാക്ഷിയെ ഞെട്ടിച്ചതുമായ കേസാണിത്. ഇതിനകത്ത് സർക്കാരിന് ഭയപ്പെടാനൊന്നുമില്ല എങ്കിൽ എന്തുകൊണ്ട് ഈ കേസിനകത്ത് CBI അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നു? ഇപ്പൊ ഡിസംബറിലേക്കാണ് കേസ്. അതിനകത്ത് കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാനും റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് സർക്കാരിന്റെ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് സർക്കാരിന് പൂർണ്ണമായും അവരോടൊപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ ആശങ്ക ദൂരീകരിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും സർക്കാരിനുണ്ട്. സർക്കാർ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഇവിടെ സാധാരണ ഒരു വ്യക്തി പുറത്തു നിന്ന് പറയുന്ന കണക്കല്ല, ഇത് പാർട്ടി കുടുംബമാണ്, പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു CBI അന്വേഷണത്തിന് വേണ്ട സാഹചര്യം സർക്കാർ ഒരുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്തിന്റെ ഏറ്റവും ഒരു അഭികാമ്യമായ വസ്തുത. പിന്നെ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്, പലപ്പോഴും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും നമുക്കറിയാം ഇത് പോലീസ് തന്നെയാണ്, ലോക്കൽ പോലീസ് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇനിയും ക്രൈംബ്രാഞ്ചിന് വിട്ടാൽ പോലും ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് ലോക്കൽ പോലീസിൽ നിന്നും ആളുകളെ ഡെപ്യൂട്ട് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടേഷൻ എന്ന് പോലും അതിന് പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുന്നത്, ഇന്നലെ വരെ ലോക്കൽ സ്റ്റേഷനിലുള്ള ഒരു CIO DYSPO ചിലപ്പം ഒരു ഷഫിളിങ്ങിൽ ക്രൈംബ്രാഞ്ചിലോ അല്ലെങ്കിൽ മറ്റ് വിജിലൻസിലോ ഒക്കെ പോകാം. അപ്പൊ ഇതെല്ലാം ഒരേ അച്ചിൽ വാർത്ത, ഒരേ ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഈ ലോക്കൽ പോലീസും ഈ ക്രൈംബ്രാഞ്ചും ഒക്കെ. ഇവരൊക്കെ പലപ്പോഴും ഭരണ നേതൃത്വത്തെ അനുകൂലമായ റിപ്പോർട്ടുകളാണ് പലപ്പോഴും കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ സജി ചെറിയാന്റെ കേസിനകത്ത് തന്നെ വ്യക്തമാണ്. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മുടെ മഞ്ജുഷയ്ക്ക് ഈ പാർട്ടി കുടുംബം, പാർട്ടി സഹയാത്രിക, അവരൊരു തഹസിൽദാറാണ്, എന്നിട്ട് പോലും അവർക്ക് ഈ കേരള പോലീസിനെയോ കേരള പോലീസിൻ്റെ അന്വേഷണത്തെയോ സർക്കാരിനെയോ പാർട്ടിയെയോ വിശ്വാസമില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്?
ആ വിശ്വാസ ഇല്ലായ്മ അതല്ലേ അവരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് എത്തിച്ചിരിക്കുന്നത്? അവരെ ആത്മഹത്യയാണെന്ന് പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഹർജി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അവർ പറയുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കേസിനകത്തിലെ അന്വേഷണം CBI പോലുള്ള ഏജൻസികൾക്ക് ഏൽപ്പിച്ചില്ല എങ്കിൽ ഒരുപാട് തെളിവ്, അവർ പറയുന്ന ആവശ്യങ്ങളെല്ലാം ന്യായമാണ്. തെളിവുകൾ 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. ഇപ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ പല തെളിവുകളും ഇനിയും വരുന്ന അന്വേഷണ ഏജൻസിക്ക് സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ CCTV ഫൂട്ടേജും ഇലക്ട്രോണിക് എവിഡൻസുകളും പ്രധാനപ്പെട്ട തെളിവുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസി ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിന്റെ ഏജൻസിയുടെ കൈവശം ഇരിക്കുന്നതിൽ പോലും ആശങ്കയുള്ളത് കൊണ്ടാണ്. പിന്നെ അവർ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേസിനകത്തിൽ അവരുടെ ഡിമാൻഡുകൾ ഒന്ന്, ഈ അന്വേഷണത്തിനകത്തിൽ PP ദിവ്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു അന്തിമ കുറ്റപത്രം കൊടുക്കരുത് എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം PP ദിവ്യയിൽ മാത്രം ഒതുങ്ങി ഒരു ആത്മഹത്യാ പ്രേരണ കേസായി ഈ കേസ് അവസാനിക്കരുത് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിനകത്ത് ഏറ്റവും ദുരൂഹമായ കാര്യം. അവർ പലതിനെയും അവർക്ക് പറഞ്ഞോളൂ. അതായത് സർ, ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് അവർ സംശയിക്കുന്നു എന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഇപ്പം ഈ CPM-ലെ ഒരു പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരാള് അന്വേഷണത്തിനകത്തിൽ പ്രതിക്ക് ജാമ്യം നിഷേധിച്ച് പ്രതി 10 ദിവസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡി കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു അന്വേഷണത്തിന്റെ ഏജൻസി ആയ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ പോലെയുള്ള ഒരു ഉന്നത നീതിപീഠത്തെ ഒരിക്കലും സമീപിക്കുകയില്ലായിരുന്നു. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. ഈ കേസിനകത്ത് ഇതിനകത്തൊരു സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസി വേണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ പ്രശാന്തന്റെ മൊഴിയെടുത്തത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു എന്ന് പറയുന്നു. അതായത് ഈ കേസിനാസ്പദമായ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന തരത്തിൽ PP ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ മണിക്കൂറുകളോളം നീണ്ട ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് ഇപ്പോഴും. അതിന്റെ CCTV ഫുട്ടേജുകളോ അതിന്റെ ടവർ ലൊക്കേഷനുകളോ ഒന്നും തന്നെ വ്യക്തമല്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളതും അവർക്ക് ഒരു ആശങ്കയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആശങ്കയ്ക്കകത്ത് അടിസ്ഥാനമുണ്ട്. ഈ ആശങ്ക ദൂരീകരിക്കപ്പെടേണ്ടതാണ്. അന്വേഷണം കാര്യക്ഷമമാകാൻ CBI വരണം എന്നുള്ളതാണ് മഞ്ജുഷയുടെ ഇത്. ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കട്ടെ സർ. ഈ അങ്ങ് പറഞ്ഞല്ലോ CCTV-യുടെയും ഈ പ്രശാന്തൻ്റെ മൊഴിയെയും ഒക്കെ, പ്രശാന്തിനെതിരെ വിജിലൻസ് കേസെടുക്കേണ്ടതാണ്. അതെവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. സർ, ഈ ഡ്രൈവർ ഷംസുദ്ദീനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു സാധാരണക്കാരനല്ല ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ADM റാങ്കിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും കണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതാതെ ഒരു ADM ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം ഓരോ മണിക്കൂർ ഒരു ആത്മഹത്യാ പ്രവണത ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ കഴിയും തോറും അത് കുറയാനാണ് സാധ്യത. പെട്ടെന്നുണ്ടാവുന്ന ഒരു വികാരത്തിൽ ഉണ്ടാവുന്ന ഒരിതാണ് ആത്മഹത്യ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വാതിൽ തുറന്നു കിടന്നത്, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇതിന്റെ നിഗൂഢതകളിലേക്കാണ്. പല നിഗൂഢമായ കാര്യങ്ങളും അണിയറയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. കാരണം പറയുന്ന പല കാര്യങ്ങൾ ഇപ്പൊ നമുക്കത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടത്തുന്ന ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്നും ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെ പറ്റി പൂർണ്ണമായും പറയാൻ പറ്റത്തില്ല. കാരണം
പറയുന്ന പല പല മേഖലകളിൽ നിന്ന്, വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും അവിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കേൾക്കുന്ന കഥകൾ വളരെ ഞെട്ടലും വളരെ ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള കാത്തിരിക്കാം. ഹൈക്കോടതി എന്ത് വിധി വരുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഈ കേസിനകത്തിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസ് എന്നുള്ള നിലയിലും ഇതിന്റെ കേസ് ഡയറി, പിന്നെ കേസ് ഡയറി ഹാജരാക്കുമ്പോൾ പോലും പോലീസാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസിയാണ് കേസ് ഡയറി ഹാജരാക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ വാദിക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത കേസിന്റെ നിഗൂഢതകൾ കണ്ടെത്തി കഴിഞ്ഞവരാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഈ അന്വേഷണം നടത്തുന്ന ഏജൻസി. ഒട്ടും മോശമൊന്നുമല്ല, അവർക്ക് വ്യക്തമായ കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് അവർ ഒഴിവാക്കേണ്ട പേപ്പറുകൾ ഒഴിവാക്കി, ഒളിക്കേണ്ട പേപ്പറുകൾ ഒളിപ്പിച്ചു. ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വരുന്ന ഹർജിയിൽ അവരാരെയാണോ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് മറുചോദ്യം. പക്ഷെ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇത് മാത്രമായിരിക്കും. കേസ് ഡയറി ഹാജരാക്കുമ്പോൾ പോലും അവർ ഇതിനകത്ത് പല ഒളിച്ചുകളികളും നടത്താൻ സാധ്യത വളരെ ഏറെയാണ്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ കൈ അവിടെ പ്രവർത്തിക്കട്ടെ. കോടതി ഒരു CBI അന്വേഷണത്തിലേക്ക് ഉത്തരവ് ഉണ്ടാകട്ടെ കോടതിയുടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.